ഹലോ ഡിയേഴ്സ്, ഇന്ന് ചെയ്യുന്ന വീഡിയോ ഓറഞ്ചിൻ്റെ തൊലിയും പിന്നെ ഒരു പ്ലാസ്റ്റിക് ബോട്ടിലും വെച്ചിട്ട് ഒരു ഷോ പീസാണ് ഉണ്ടാക്കുന്നത്. നല്ല നീളത്തിലുള്ള ഇങ്ങനെ ഒരു പ്ലാസ്റ്റിക് ബോട്ടിലാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ആദ്യം തന്നെ നമുക്ക് ഓറഞ്ച് പീല് വെച്ചിട്ട് കുറച്ച് റോസാപ്പൂക്കൾ ഉണ്ടാക്കിയെടുക്കാം. ഓറഞ്ചിൻ്റെ തൊലി റൗണ്ട് ചെയ്താണ് കട്ട് ചെയ്തെടുക്കാൻ പോണത്. അപ്പോൾ ഓറഞ്ചിൻ്റെ ഒരു സൈഡിൽ നിന്നും ഇങ്ങനെ റൗണ്ട് ചെയ്ത് മുറിച്ചിട്ട് അടിഭാഗം വരെ ഇങ്ങനെ മുറിച്ചെടുക്കാം. ഇത് ഇങ്ങനെ മുറിക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ നമ്മൾ ഇത് വെച്ചിട്ട് റോൾഡ് ഫ്ലവേഴ്സ് ആണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് അടിഭാഗം വരെ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് വേർപ്പെടുത്തി എടുക്കാം. വേർപ്പെടുത്തി എടുത്തു കഴിയുമ്പോൾ തൊലി ഇങ്ങനെ നല്ല നീളത്തിൽ കിട്ടും. തൊലി ഇങ്ങനെ വേർപ്പെടുത്തി മാറ്റിയിട്ട് ഒരു ദിവസം കഴിഞ്ഞ് പൂ ഉണ്ടാക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം ചെറുതായിട്ടൊന്ന് ഡ്രൈ ആയി കഴിഞ്ഞാൽ പൂ ഉണ്ടാക്കാനായിട്ട് എളുപ്പമായിരിക്കും. ഉണക്കാൻ വെക്കുന്നതിന് മുമ്പായിട്ട് ഈ തൊലിയുടെ ഉള്ളിൽ കാണുന്ന ആ വെള്ള ഭാഗമില്ലേ, അതൊന്ന് ചീമ്പി കളഞ്ഞാൽ നല്ലതായിരിക്കും. ഇതിങ്ങനെ ചീമ്പുന്ന സമയത്ത് തൊലി മുറിഞ്ഞു പോകാണ്ട് ഒന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ ഒരു ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും ഇത് അത്യാവശ്യം ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഉണക്കാൻ വേണ്ടിയിട്ട് വെയിലത്തൊന്നും വെക്കേണ്ട ആവശ്യമില്ല. കാരണം വെയിലത്ത് വെച്ചാൽ ഒരുപാട് അങ്ങോട്ട് ഡ്രൈ ആയി പോവും. അതുകൊണ്ട് റൂം ടെമ്പറേച്ചറിൽ വെച്ചാൽ മതി. ഇത് പൂവിന് എത്ര വലിപ്പം വേണമെന്ന് വെച്ചാൽ അത്രയും അളവിൽ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് റോൾ ചെയ്യുന്നതിന് മുമ്പായിട്ട് ഇതിൻ്റെ ഒരു സൈഡ് നമുക്കൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ മുകൾ വശം പൂവിൻ്റെ ഇതള പോലെ ചെറുതായിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കാം. ഇതിങ്ങനെ കട്ട് ചെയ്ത് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല, അല്ലാണ്ടും പൂക്കൾ ഉണ്ടാക്കാം. പക്ഷേ ഇതിനൊരു ഒറിജിനാലിറ്റി വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുത്താൽ നല്ലതായിരിക്കും. ഈ ഒരു പീല് ഫുള്ളായിട്ടും ഇങ്ങനെ ഷേപ്പ് ചെയ്തെടുക്കാം. ഇനി ഇതിനെ റോൾ ചെയ്ത് നമുക്ക് റോസ് ഫ്ലവേഴ്സ് ഉണ്ടാക്കിയെടുക്കാം. ഇതിങ്ങനെ ഉള്ളിലേക്ക് ചുരുട്ടി ഫുള്ളായിട്ട് ഇങ്ങനെ ചുരുട്ടി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ റോസ് ഫ്ലവേഴ്സ് റെഡിയാണ്. ഇത് റോൾ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ഇടയ്ക്കിടയ്ക്ക് ഗ്ലൂവും കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കണം. എങ്കിൽ ചിലപ്പോൾ ഇത് പെട്ടെന്ന് വിട്ടുപോരും. വൈറ്റ് ഗ്ലൂ അപ്ലൈ ചെയ്യുമ്പോൾ കുറച്ച് ടൈം എടുക്കും ഒട്ടാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഗ്ലൂ ഗണ്ണാണ് യൂസ് ചെയ്യണത്. അപ്പോൾ ഒരു റോസാപ്പൂ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ബാക്കിയുള്ള തൊലികളും വെച്ചിട്ട് നമുക്ക് ഇതേപോലെ തന്നെ റോസാപ്പൂക്കൾ ഉണ്ടാക്കിയെടുക്കാം. അടുത്തത് ഉണ്ടാക്കുന്നത് ഇതിനേലും കുറച്ചുകൂടി വലിപ്പമുള്ള പൂവാണ്. ഞാൻ ഒരുപാട് വലിപ്പത്തിലുള്ള പൂക്കളൊന്നും ഉണ്ടാക്കണില്ല കേട്ടോ. ചെറിയ പൂക്കളെ ഉണ്ടാക്കണുള്ളൂ. ഓറഞ്ചിൻ്റെ തൊലി കൊണ്ട് നമുക്ക് ഇതേപോലെ റോൾഡ് ഫ്ലവേഴ്സ് അല്ലാണ്ട് ഓരോ ഇതളുകളാക്കി വെട്ടിയെടുത്തും പൂക്കൾ ഉണ്ടാക്കാം കേട്ടോ. പക്ഷെ അങ്ങനെ പൂക്കൾ ഉണ്ടാക്കുന്നതിലും വളരെ ഈസി ആയിട്ടുള്ള മെത്തേഡാണിത്. കുട്ടികൾക്കൊക്കെ ആണെങ്കിലും ഈ ഒരു മെത്തേഡായിരിക്കും പൂ ഉണ്ടാക്കാനായിട്ട് ഏറ്റവും എളുപ്പം. അപ്പോൾ രണ്ടാമത്തെ റോസാപ്പൂവും റെഡി ആയിട്ടുണ്ട്. അങ്ങനെ ഒരു 6 ഫ്ലവേഴ്സ് ഇതേപോലെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടേ. എല്ലാത്തിനും ചെറിയ വലിപ്പ വ്യത്യാസമുണ്ട്. ഇനി നമുക്കിതൊന്ന് പെയിൻറ് ചെയ്തെടുക്കാം. മെറ്റാലിക് ഗോൾഡൻ കളർ വെച്ചിട്ടാണ് കേട്ടോ ഇതൊന്ന് പെയിൻറ് ചെയ്യണത്. പെയിൻറ് ഒരുപാട് അങ്ങോട്ട് തിക്കായിട്ടൊന്നും കൊടുക്കണില്ല കേട്ടോ. ജസ്റ്റ് അവിടെ ഇവിടെയൊക്കെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കണുള്ളൂ. പെയിൻറ് നമ്മുടെ ഇഷ്ടത്തിന് ഏത് കളർ വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. ഞാനിതിപ്പോൾ ഗോൾഡൻ കളറാണ് കൊടുക്കണത്. ഇനി നമുക്ക് കുറച്ച് ലീഫ് കൂടി കട്ട് ചെയ്തെടുക്കാം. ഇത് ഫ്ലവർ ഉണ്ടാക്കാൻ കട്ട് ചെയ്തതിൻ്റെ ബാലൻസ് ആണ്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ലീഫ് കട്ട് ചെയ്തെടുക്കാം. ലീഫ് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. ഈ ലീഫ് കുറച്ച് നീളത്തിലാണ് കേട്ടോ കട്ട് ചെയ്തെടുത്തത്. ഇതുപോലെ 5-6 ഇലകൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇതിനെ ഒന്ന് പെയിൻറ് കൂടി ചെയ്തെടുക്കാം. അപ്പോൾ മെറ്റാലിക് ഗ്രീൻ കളർ വെച്ചിട്ടാണ് കേട്ടോ പെയിൻറ് ചെയ്യണത്. പെയിൻറ് ഒരുപാട് കട്ടിയിൽ കൊടുക്കണില്ല കേട്ടോ. ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കണേ ഉള്ളൂ. 2 വശവും പെയിൻറ് ചെയ്തെടുക്കണ്ടേ. ലീഫ് കൂടി പെയിൻറ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ പൂക്കൾ വെക്കാനായിട്ട് കുറച്ച് തണ്ട് കൂടി ഉണ്ടാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് അലുമിനിയം വയർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഗ്രീൻ കളറിലെ ഫ്ലോറൽ ടൈപ്പ് കൂടി ചുറ്റി കൊടുക്കാം.
കുറച്ച് ബലം കിട്ടാൻ വേണ്ടിയിട്ട് കമ്പി ഒന്ന് രണ്ടാക്കി മടക്കിയിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഈ ടേപ്പ് ഒട്ടിച്ചു കൊടുക്കാം. ഓരോ പൂക്കൾക്കും പല വലുപ്പത്തിലുള്ള തണ്ടുകളാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കണത്. എല്ലാ പൂക്കൾക്കും വേണ്ട തണ്ട് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഫ്ലവേഴ്സ് ഇതിൽ ഒട്ടിച്ചു കൊടുക്കുന്നതിന് മുമ്പായിട്ട് ഈ കമ്പിയുടെ ഒരറ്റം ഇങ്ങനെ ഒന്ന് വളച്ചു കൊടുക്കണം. എന്നിട്ട് ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഫ്ലവേഴ്സ് വെച്ച് ഒട്ടിച്ചു കൊടുക്കാം. പൂവ് അങ്ങനെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിന് ഇലകളും കൂടി ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ അതിന് മുമ്പായിട്ട് എല്ലാ ഫ്ലവേഴ്സും തണ്ടിൽ വെച്ച് ഒട്ടിച്ചു കൊടുക്കാം. ഇനി ലീഫ് കൂടി ഈ തണ്ടിൽ വെച്ച് ഒട്ടിച്ചു കൊടുക്കാം. ഒരുപാട് ഇലകളൊന്നും ഒട്ടിക്കണില്ല കേട്ടോ. ഒരു തണ്ടിൽ 1-2 ലീഫ് മാത്രമേ ഒട്ടിക്കണുള്ളൂ. അങ്ങനെ ഓറഞ്ച് റോസാപ്പൂക്കൾ റെഡി ആയിട്ടുണ്ട്. ഈ പൂക്കളൊക്കെ വെച്ചിട്ട് നമുക്കൊരു ഷോ പീസ് ഉണ്ടാക്കിയെടുക്കാം. അതിനായിട്ട് ഞാൻ ആദ്യം കാണിച്ചൊരു പ്ലാസ്റ്റിക് ബോട്ടിലില്ലേ, അതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഈ കുപ്പിയുടെ മുകൾ ഭാഗത്തുള്ള കുറച്ച് ഭാഗം അങ്ങോട്ട് കട്ട് ചെയ്ത് മാറ്റാം. ഇത് കനം കുറഞ്ഞ പ്ലാസ്റ്റിക് ആയതുകൊണ്ട് ബ്ലേഡോ കത്രികയോ വെച്ച് കട്ട് ചെയ്താൽ മതി. അപ്പോൾ ഇങ്ങനെ ഒരു പീസ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഉള്ളിലേക്കാണ് നമ്മൾ ഫ്ലവേഴ്സ് വെച്ച് അറേഞ്ച് ചെയ്യാൻ പോണത്. ഫ്ലവേഴ്സ് വെക്കുന്നതിന് മുമ്പ് ഈ കുപ്പി ഒന്ന് ഭംഗിയാക്കാനായിട്ട് ഒരു ലേസ് ഒട്ടിച്ചു കൊടുക്കാം. കുപ്പിയുടെ ഏറ്റവും താഴ്ഭാഗത്ത് മാത്രമേ ഒട്ടിക്കണുള്ളൂ കേട്ടോ. ഗോൾഡൻ കളറിലെ ലേസാണ് എടുത്തിരിക്കുന്നത്. പൂക്കളുടെ തണ്ടുകൾ പല വലിപ്പത്തിൽ ഒന്നുകൂടി ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടേ. ഫ്ലവേഴ്സ് ഓരോന്നും എടുത്ത് ഈ കുപ്പിയുടെ ഉള്ളിലേക്ക് ഇട്ടിട്ട് അറേഞ്ച് ചെയ്തെടുക്കാം. ആദ്യം നീളം കുറഞ്ഞ തണ്ടുകളുള്ള പൂക്കളാണ് ഇട്ട് കൊടുക്കണത്. അങ്ങനെ സ്റ്റെപ്പായിട്ടാണ് ഫ്ലവേഴ്സ് അറേഞ്ച് ചെയ്ത് വെക്കണത്. അവസാനം ഏറ്റവും നീളം കൂടിയ തണ്ടുള്ള ഫ്ലവേഴ്സ് കൂടി ഇട്ട് കൊടുക്കാം. കണ്ടു, അപ്പോൾ നമ്മുടെ ഷോ പീസ് റെഡി ആയിട്ടുണ്ട്. ഇത് വീട്ടിൽ വയ്ക്കാൻ വേണ്ടി മാത്രമല്ല, ഇത് നമുക്ക് ഫ്രണ്ട്സിനൊക്കെ കൊടുക്കാൻ പറ്റിയ നല്ലൊരു ഗിഫ്റ്റ് ഐഡിയ ആണ്. പ്രത്യേകിച്ച് വാലന്റൈൻസ് ഡേക്ക് കൊടുക്കാൻ പറ്റിയൊരു ഗിഫ്റ്റാണ്. പിന്നെ ഓറഞ്ച് തൊലി കൊണ്ടുള്ള പൂക്കൾക്ക് പകരമായിട്ട് നമുക്ക് പേപ്പർ കൊണ്ടോ അല്ലെങ്കിൽ ക്ലേ കൊണ്ടോ ഒക്കെ ഇങ്ങനെ പൂക്കളൊക്കെ ഉണ്ടാക്കി അറേഞ്ച് ചെയ്ത് വെക്കാം കേട്ടോ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. താങ്ക് യു.